എല്ലാവർക്കും റിവ്യൂസ് കോൾസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര ഒരു ക്ഷേത്രത്തിലേക്കാണ്. സർപ്പദോഷങ്ങളൊക്കെ അകറ്റാനും എല്ലാ ദോഷപരിഹാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പണ്ടുകാലം മുതലേ കേരളത്തിലെ നാഗാരാധന സജീവമാണ്. നാഗരാജാവിനെയും നാഗയക്ഷിയെയും ആരാധിക്കുന്ന പാരമ്പര്യത്തിന് തുടക്കമിട്ടത് പരശുരാമനാണെന്നാണ് വിശ്വാസം. അങ്ങനെ നാഗാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പള്ളിപ്പുറം ശ്രീ നാഗയക്ഷിയമ്മ ക്ഷേത്രം. സർപ്പദോഷ പരിഹാര ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന പള്ളിപ്പുറത്ത് കാവിൽ നാഗയക്ഷിയും നാഗരാജാവായ വാസുകിയും ഒരേ പ്രാധാന്യത്തോടെ വസിക്കുന്ന ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. സർപ്പദോഷം മാറി സർപ്പപ്രീതിക്കായി എത്തുന്ന വിശ്വാസികളെ നിരാശരാക്കാതെ മടക്കുന്നു. ഇവിടുത്തെ കാവും പ്രസിദ്ധമാണ്. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധ നാഗക്ഷേത്രമായ ഇവിടെ കാവിനുള്ളിലാണ് നാഗപ്രതിഷ്ഠയുള്ളത്. പ്രധാന പ്രതിഷ്ഠയായ നാഗയക്ഷിക്കൊപ്പം തന്നെ നാഗരാജാവും വാഴുന്നു. ശ്രീകോവിലിനുള്ളിൽ പുറത്തായി നാഗദേവതകളും കാണാം. 3 നാഗദേവതകളാണ് ഇവിടെയുള്ളത്. വേറെ പ്രതിഷ്ഠകളൊന്നും ഇവിടെയില്ല. പണ്ട് കാലത്ത് ഇവിടെ പ്രധാന കുടുംബക്കാരായ മങ്ങാട്ടുകാർ ആരാധിച്ചു പോന്ന സർപ്പദേവതകളെയാണ് പള്ളിപ്പുറത്ത് കാവിൽ ഇപ്പോൾ കുടിയിരുത്തിയിരിക്കുന്നത്. പാമ്പും മേക്കാട്ട് മനയിലെ തന്ത്രിമാരാണ് തീവെട്ടി വെളിച്ചത്തിൽ നാഗവിഗ്രഹങ്ങളെ ഇന്നു കാണുന്ന കാവിലേക്ക് ആവാഹിച്ച് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. പള്ളിപ്പുറം ക്ഷേത്രത്തിലെ ചരട് പൂജ വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ്. തടസ്സങ്ങൾ മാറുവാനും ഉദ്ദേശിച്ച കാര്യം സാധിക്കാനുമൊക്കെയാണ് വിശ്വാസികൾ ചരട് പൂജ നടത്തുന്നത്. മേൽശാന്തിയോട് ആഗ്രഹങ്ങൾ പറഞ്ഞ ശേഷം മേൽശാന്തി സർപ്പദേവതകളോട് പ്രാർത്ഥന നടത്തി നെയ്വിളക്ക് തിളയിക്കുകയും വഴിപാട് സമർപ്പിച്ച് ചരട് വിഗ്രഹത്തിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം തിരികെ നൽകുകയുമാണ് ചെയ്യുന്നത്. ഇത് കയ്യിൽ കെട്ടുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ വാഹനത്തിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. രാവിലെ 6:30 നട തുറന്ന് നിർമാല്യം 6:45 അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് തുടർന്ന് 7:45 മലർ നിവേദ്യം, ദീപാരാധന നടക്കും. 8 മണി മുതൽ ചരട് ജപം, സർപ്പദോഷ പരിഹാര പൂജകൾ, അർച്ചന, 10:45 നിവേദ്യം, 11 ദീപാരാധന, തുടർന്ന് നടയടപ്പ് എന്നിങ്ങനെയാണ് സമയക്രമം. ഉച്ച കഴിഞ്ഞ് നട തുറക്കുന്ന പതിവ് ഇവിടെയില്ല. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 11 മണിക്ക് കഞ്ഞി പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം 12 മണിക്കാണ് നടയടക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ 11 മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കും. നാഗദൈവങ്ങളുടെ അനുഗ്രഹം നേടാൻ ഏറ്റവും പറ്റിയ സമയമാണത്രേ ഇവിടുത്തെ ദീപാരാധന ദർശനം. കുടുംബ പ്രശ്നങ്ങൾ മാറാനും രോഗശാന്തിക്കും ഒക്കെയായി മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നു. ശ്രീകോവിലിൻ്റെ നടയിലാണ് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നത്. അഷ്ടനാഗപ്രീതി സമ്പാദിക്കുന്നതിനാണ് 8 കലം പാൽപ്പായസ പൊങ്കാല നടത്തുന്നത്. ഞായറാഴ്ചകളിലും ആയില്യം ദിവസങ്ങളിലുമാണ് ഇതിന് പറ്റിയ സമയം. മൺകലത്തിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. ഈ അർപ്പണത്തിലൂടെ നാഗഭയം, നാഗദോഷം, കാര്യതടസ്സം മുതലായവ മാറിപ്പോകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാവിലെ 7 മുതൽ 10 മണി വരെ പൊങ്കാല ഇടാം. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാനും ഇവിടെ വന്നാൽ മതി. വിശേഷ മംഗല്യ പൂജ നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. ഞായർ, തിങ്കൾ, ആയില്യം ദിവസങ്ങളിലാണ് വിശേഷ മംഗല്യ പൂജ നടക്കുന്നത്. തിരുവനന്തപുരത്തിനും ആറ്റിങ്ങലിനുമിടയിലാണ് കണിയാപുരം എന്ന സ്ഥലത്താണ് പള്ളിപ്പുറം നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണിയാപുരം KSRTC ഡിപ്പോ കഴിഞ്ഞ് 1/2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി പള്ളിപ്പുറ ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷവും സമാധാനവുമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച പോലെ തോന്നും. അത്ര ഒരു ഐശ്വര്യമായിരിക്കും ഇവിടെ വന്ന് പോകുമ്പോൾ. ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ചു മനസ്സ് നിറഞ്ഞ് ഞങ്ങളും യാത്രയായി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.